നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. മഹാഭാഗവതം പ്രഥമസ്കന്ധം 12-ാമത്തെ അധ്യായം. പരീക്ഷിത്തിന്റെ ജനനം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അഥ ദ്വാദശോധ്യായഃ. പരീക്ഷിത്തിന്റെ ജനനം. ശൗനക ഉവാച അശ്വത്ഥാംനോപതൃഷ്ടേന ബ്രഹ്മശേഷ്ണോരു തേജസ ഉത്തരായാഹ ദോ ഗർഭ ഈശേന ജീവിത പുന. ശൗനകൻ പറഞ്ഞു, അശ്വത്ഥാമാവിനാൽ പ്രയോഗിക്കപ്പെട്ടതും അതിശക്തിയോടുകൂടിയതുമായ ബ്രഹ്മാസ്ത്രത്താൽ ഉത്തരയുടെ ഗർഭത്തിൽ കിടന്ന കുഞ്ഞ് ഹനിക്കപ്പെട്ടു. പിന്നെ ഈശ്വരനാൽ വീണ്ടും ജീവിപ്പിക്കപ്പെട്ടു. തസ്യ ജന്മ മഹാബുദ്ധേ കർമാണീജ മഹാത്മന നിധനം ജായദൈവാസി സപ്രേത്യ ഗതവാൻ യഥാ തദിദം ശോതുമിച്ഛാമോ ഗതിതും യതി മന്യസേ ബ്രൂഹി നഹ ശ്രദ്ധദാനാനാം യസ്യ ജ്ഞാനമദാച്ഛുകാ. മഹാബുദ്ധിമാനായും മഹാത്മാവുമായിരിക്കുന്ന അവൻ്റെ ജനനവും കർമ്മങ്ങളും മരണവും എങ്ങനെ സംഭവിച്ചു? അവൻ ശരീരത്തെ ഉപേക്ഷിച്ചത് ഏതു വിധത്തിൽ? ശരീരനാശത്തിന് കാരണം എന്താണ്? ഇതൊക്കെ കേൾക്കാൻ ശ്രദ്ധയോടെ ആഗ്രഹിച്ചിരിക്കുന്ന ഞങ്ങളോട് പറയണം. സൂത ഉവാച അബീവലധർമ്മരാജ പൃഥുവഞ്ജയൻ പ്രജാഹ ദുസ്പൃഹ സർവകാമേഭ്യ കൃഷ്ണപാദാബ്ജസേവയ. സൂതൻ പറഞ്ഞു, പിതാക്കന്മാർ മക്കളെ എന്ന പോലെ പ്രജകളെ സ്നേഹിച്ചുകൊണ്ടും ശ്രീകൃഷ്ണ പാദസേവയിൽ മാത്രം വ്യാപൃതനായും മറ്റ് ലൗകിക കാര്യങ്ങളിൽ ആഗ്രഹമില്ലാത്തവനുമായി ധർമ്മപുത്രർ രാജ്യം ഭരിച്ചു. സമ്പദകൃതവോ ലോകാമൈഷീ ഭ്രാതരൂമഹി ജംബുദീപാധിപത്യം യശശ്ചാത്രിദിവം ഗതം കിം ദേ കാമാസുരസ്പർഹ മുകുന്ദ മനസോദിജാഹ അതിജക്രോർമുദം രാജ്ഞ ക്ഷുതിതസ്യ മഹ്യതേതരേ. ഈ സനകാദി ബ്രാഹ്മണരെ മുകുന്ദനിൽ മനസ്സ് വെച്ചുകൊണ്ടിരിക്കുന്ന ആ യുധിഷ്ഠിര മഹാരാജാവിന് ദേവന്മാർ പോലും ആഗ്രഹിക്കുന്ന ഐശ്വര്യങ്ങൾ, യാഗങ്ങൾ ചെയ്തതുകൊണ്ട് കിട്ടുന്ന പുണ്യങ്ങൾ, പാഞ്ചാലി എന്ന പട്ടമഹർഷി, വീരന്മാരായ സഹോദരങ്ങൾ, ജംബുദീപത്തിന്റെ ആധിപത്യം, സ്വർഗത്തോളം എത്തിയ കീർത്തി എന്നിവയൊക്കെ കൊണ്ട് വിശന്ന് ദുഃഖിക്കുന്നവന് അന്നത്തിൽ മാത്രമല്ലാതെ അന്യപദാർത്ഥങ്ങളിൽ സന്തോഷമുണ്ടാകാത്തതുപോലെ അന്യകാര്യങ്ങളിൽ സന്തോഷം ഉണ്ടായിരുന്നുവോ? മാതോർഗർഭഗതോ വീര സദാ ഭൃഗനന്ദന ദദർശ പുരുഷം ഗഞ്ജേ ദഹ്യമാനോസ്ത്ര തേജസ അങ്കുഷ്ടമാത്രമലം സ്വരപുരടമൗലിനം അപീച്ച ദർശനം ശ്യാമം തദ്വിദ്വാസമച്യുതം. ഹേ ശൗനക, മാതൃഗർഭത്തിലിരുന്നപ്പോൾ ബ്രഹ്മാസ്ത്ര തേജസ്സിനാൽ ദയിപ്പിക്കപ്പെട്ടവനും വീരനുമായ പരീക്ഷിത്ത് ചെറുവിരലോളം വലിപ്പമുള്ളവനും നിർമ്മലമായ ശോഭയോടുകൂടിയവനും പ്രകാശിക്കുന്ന സ്വർണ്ണ കിരീടമുള്ളവനും സുന്ദര രൂപമുള്ളവനും ശ്യാമനിറമുള്ളവനും മിന്നൽ പോലെ പ്രഭയുള്ളവനുമായ അച്യുതനെ കണ്ടു. ശ്രീമദ്ദീർഘചതുർബാഹും തപ്തകാഞ്ജനകുണ്ടലം ശതജാക്ഷം ഗതാപാണിം ആത്മനഃസർവതോദിശം പരിഭ്രമന്തമുൽക്കാഭാം പ്രാമയന്തം ഗതാമുഹോ. ഐശ്വര്യവത്തുക്കളായ 4 ദീർഘബാഹുക്കളും ചൂടാക്കിയ സ്വർണം പോലെ പ്രകാശിക്കുന്ന കർണാഭരണങ്ങളും രക്തം പോലെ ചുവന്ന കണ്ണുകളുമുള്ള തീക്കൊള്ളിക്ക് സമമായ ഗദയെ വീണ്ടും വീണ്ടും ചുഴറ്റിക്കൊണ്ട് ചുറ്റും സഞ്ചരിക്കുന്നതായ ഒരു പുരുഷനെ പരീക്ഷിത്ത് കണ്ടു. അസ്ത്രതേജസ്വഗതയാ നിഹാരമിവ ഗോപതി വിതമന്തം സന്നികർഷേ പരീക്ഷതകഹിത്യസോ. സൂര്യൻ തൻ്റെ തേജസ് കൊണ്ട് മഞ്ഞനെ എന്ന പോലെ തൻ്റെ ഗദയുടെ തേജസ്സിനാൽ അസ്ത്രത്തിന്റെ കാന്തിയെ നശിപ്പിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന പുരുഷൻ ആരാകുന്നു എന്ന് സൂക്ഷിച്ചു നോക്കി. വിദൂയ തദമേയാത്മാ ഭഗവാൻ ധർമ്മവിഭുഃ വിശദോ ദശമാസ്യസ്യ തത്രൈവ ദർദതേ ഹരിഃ. സർവഗുണസമ്പൂർണനും അമേയമായ, അമേയം പറയുമ്പോൾ അളക്കാൻ കഴിയാത്ത ആത്മാവും ധർമ്മത്തെ പരിപാലിക്കുന്നവനും പ്രഭുവുമായ ശ്രീഹരി ആ അസ്ത്ര തേജസ്സിനെ നിശേഷം നശിപ്പിച്ചിട്ട് 10 മാസം ചെന്നവൻ നോക്കി നിൽക്കെ അവിടെ തന്നെ മറഞ്ഞു. തതസർവഗുണോദർക്കേ സാനുകൂലഗ്രഹോദയേ യജ്ഞേ വംശധര പാണ്ഡോർ ഭൂയ പാണ്ഡോരിവൗജസ. അതിനുശേഷം സർവഗുണങ്ങളുടെയും അഭിവൃദ്ധിയെ സൂചിപ്പിക്കുന്ന അനുകൂലങ്ങളായ ഗ്രഹങ്ങളുടെ ഉദയസമയത്ത് വീര്യം കൊണ്ട് പാണ്ഡുവിനെ പോലെ ഇരിക്കുന്ന പാണ്ഡുവിൻ്റെ വംശത്തെ നിലനിർത്തുന്നവനായി അവൻ ജനിച്ചു.
അസ്യ പ്രീതമനാ രാജ വിപ്രേതോമ്യ കൃപാദിഭിः ജാതകം കാരയാമാസ വാചയിത്വാജമംഗളം. സന്തോഷമനസ്കനായ ധർമ്മപുത്ര രാജാവ് അവന് ദൗമ്യൻ, കൃപർ മുതലായ ബ്രാഹ്മണരെ കൊണ്ട് പുണ്യാഹം പറയിച്ച് ജാതകർമ്മങ്ങൾ ചെയ്തു. ഹിരണ്യം ഗാം മഹീം ഗ്രാമാൻ അസ്ത്യശ്വ നൃപതീർവരാൻ പ്രാതാസ്വന്നം ജ വിപ്രേഭ്യ പ്രജാതീർത്ഥേ സതീർത്ഥവിത്. ദാനം ചെയ്യാനുള്ള നല്ല സമയം അറിഞ്ഞിരിക്കുന്ന രാജാവ് സന്താനം ജനിച്ച പുണ്യകാലത്ത് വേദവിത്തുക്കളായ ബ്രാഹ്മണർക്ക് ശോഭനമായ അന്നം, ശ്രേഷ്ഠങ്ങളായ ആനകൾ, കുതിരകൾ, പശുക്കൾ, ഭൂമി, ഗ്രാമങ്ങൾ തുടങ്ങിയവ ദാനം ചെയ്തു. പുത്രജനനം നടക്കുമ്പോൾ ആ ഗൃഹത്തിൽ ദേവന്മാരും പൃഥുക്കളും വരാറുണ്ടത്രേ. അത് പുണ്യമുഹൂർത്തമാണ്. അപ്പോൾ ചെയ്യുന്ന ദാനം അക്ഷയം എന്നാണ് സങ്കല്പം. നമോജോ ബ്രാഹ്മണാസ്തുഷ്ട രാജാനം പ്രക്ഷയാനിതം യേഷ യസ്മിൻ പ്രജാതന്തു പൂരുണാം പൗരവർഷഭ ദേവേന പ്രതികാദേന ശുക്ലേ സംസ്ഥാമുപേയുഷി രാധോവോനുഗ്രഹാർത്ഥായ വിഷ്ണുന പ്രഭവിഷ്ണുന തസ്മാന്നാംന വിഷ്ണുരാധ ഇതി ലോകേ ബൃഹക്ഷവാഹ ഭവിഷ്യദീന സന്ദേഹോ മഹാഭാഗവതോ മഹാൻ. ആ ബ്രാഹ്മണർ അപ്പോൾ സന്തോഷത്തോടെ വിനയാനിതരായി ധർമ്മപുത്ര രാജാവിനെ നോക്കി പറഞ്ഞു, ഹേ പൗരവശ്രേഷ്ഠ, പൂർവംശത്തിൽ ജനിച്ചവരുടെ പ്രജാതന്തുവും പരിശുദ്ധനുമായി ശിശു തടുക്കാനാകാത്ത ദൈവേച്ഛയാൽ നാശത്തെ പ്രാപിച്ചപ്പോൾ നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി വിഷ്ണുവിനാൽ നൽകപ്പെട്ടവനാകുന്നു. അതിനാൽ ഇവൻ വിഷ്ണുരാധൻ എന്ന പേരോടുകൂടി ലോകമെങ്ങും വ്യാപിച്ചിരിക്കുന്ന കീർത്തിയോടുകൂടി മഹാനായും ഭക്തനായും ഭവിക്കും എന്നതിന് സംശയമില്ല. യുധിഷ്ഠിരൗവാച അപ്യേഷ വംശാൻ രാജർഷീൻ പുണ്യശ്ലോകാൻ മഹാത്മന അനുവർത്തിതാസ്യസ സാധുവാദേന സത്തമ. യുധിഷ്ഠിരൻ ചോദിച്ചു, ഹേ ബ്രാഹ്മണരെ, ഇവൻ കീർത്തിമാനും പൂർവംശത്തിൽ ജനിച്ച പുണ്യശ്ലോകന്മാരും മഹാത്മാക്കളുമായ രാജർഷികളെ പോലെ കീർത്തിമാനായിരിക്കുമോ? ബ്രാഹ്മണാവൂജുഹു പാർത്ഥ പ്രജാപിതാ സാക്ഷാത് ഇച്ഛാഭൂരിവ മാനവ ബ്രഹ്മണ്യ സത്യസന്ധശ്ച രാമോദാശരഥർയഥാ. ബ്രാഹ്മണർ പറഞ്ഞു, ഹേ പാർത്ഥ, ഈ ബാലൻ മനുവിൻ്റെ പുത്രനായ സാക്ഷാത് ഇക്ഷ്വാകു മഹാരാജാവ് എന്ന പോലെ പ്രജാപരിപാലനം ചെയ്യും. ഇവൻ ദശരഥപുത്രനായ ശ്രീരാമചന്ദ്രനെ പോലെ ബ്രാഹ്മണ ഭക്തനും സത്യസന്ധനും ആയിത്തീരും. യേശദാതാ ശരണ്യശ്ച യഥാ ഹൗഷീ നരശിബി യശോ വിധനിതാസ്വാനാം തൗഷ്യന്തേരിവയജ്ജനാം. ഇവൻ ഉശീതരദേശങ്ങൾക്ക് അധിപനായിരുന്ന ശിബിചക്രവർത്തിയെപ്പോലെ ദാനശീലനും ആശ്രയിക്കുന്നവരെ രക്ഷിക്കുന്നവനുമായിരിക്കും. ദുഷ്യന്തപുത്രനായ ഭരതനെ പോലെ സ്വന്തം വംശത്തിൽ ജനിച്ചവർക്കും യാഗം ചെയ്യുന്നവർക്കും കീർത്തി പരത്തും. ധന്യനാം അഗ്രണീരേഷ തുല്യശ്ചാർജുനയോർദ്വയോ ഉദാശ ഇവ ദുർദശ സമുദ്ര ഇവ ദുസ്തര. ഇവൻ വില്ലാളികളിൽ വെച്ച് നിങ്ങളുടെ പൂർവികനായിരുന്ന കാർത്തവീര്യാർജുനനും സഹോദരനായ ഈ അർജുനനും തുല്യനായിരിക്കും. അഗ്നിയെപ്പോലെ ഇവൻ ആക്രമിക്കാൻ കഴിയപ്പെടാത്തവനും ആക്രമിക്കുന്നവരെ നിശേഷം നശിപ്പിക്കുന്നവനും ആയിരിക്കും. സമുദ്രം എന്ന പോലെ ഇവനെ ഉല്ലംഘിക്കാൻ കഴിയാത്തവനുമായിരിക്കും. ഇവൻ്റെ ആജ്ഞയെ ആരും മറികടക്കുകയില്ല എന്ന് സാരം. മൃഗേന്ദ്ര ഇവ വിക്രാന്തോ നിഷേവ്യോ ഹിമവാനിവ തിദുക്ഷോർ വസുദേവാസ്തു സഹിഷ്ണുപിതരാവിവ. ഇവൻ മൃഗരാജാവായ സിംഹത്തിനെ പോലെ പരാക്രമിയും ഹിമവാനെ പോലെ സേവിക്കാൻ യോഗ്യനും ഭൂമിദേവിയെപ്പോലെ സുഖദുഃഖങ്ങളെ സഹിക്കുന്നവനും മാതാപിതാക്കളെ പോലെ സഹനശീലനും ആയിരിക്കും. മക്കളുടെ അപരാധം മാതാപിതാക്കൾ സഹിക്കുന്നതുപോലെ പ്രജകളുടെ തെറ്റുകൾ ഇവൻ ക്ഷമിക്കും എന്ന് സാരം. പിതാമഹസമസ്സാമ്യേ പ്രസാദേ ഗിരിശോജമ ആശയ സർവഭൂതാനാം യഥാ ദേവോരമാശ്രയ. സമഭാവനയിൽ ഇവൻ പിതാമഹനായ ബ്രഹ്മാവിന് തുല്യനും പ്രസാദിക്കുന്നതിൽ ശിവന് തുല്യനും ആശ്രയിക്കുന്ന സർവഭൂതങ്ങൾക്കും ലക്ഷ്മീകാന്തനായ മഹാവിഷ്ണുവിന് സദൃശനും ആയിവരും. സർവസൽഗുണമഹാത്മ്യേഷ കൃഷ്ണമനുവ്രത യന്തിദേവായിവോദാരോ ഹയാദീരിവധാർമ്മിക. ഇവൻ സർവസൽഗുണങ്ങളും തികഞ്ഞതുകൊണ്ടുള്ള മഹാത്മ്യത്താൽ ശ്രീകൃഷ്ണന് തുല്യനായിരിക്കും. ഔദാര്യത്തിൽ ഇവൻ രന്തിദേവനോടും ധർമ്മനിരതയിൽ ഇവൻ യയാദിക്കും സദൃശനുമായിരിക്കും. ധൃത്യാബലിസമകൃഷ്ണേ പ്രഹ്ലാദ ഇവ സൽഗ്രഹ ആഹർത്തൈഷോശ്യമേധാനാം വൃദ്ധാനാം പര്യുപാസക. മനോസ്ഥിരത കൊണ്ട് ഇവൻ മഹാബലിക്ക് തുല്യനായിരിക്കും. പ്രഹ്ലാദനെ പോലെ കൃഷ്ണനിൽ അത്യന്ത ഭക്തി ഉണ്ടായിരിക്കും.
ഇവൻ നിരവധി അശ്വമേധയാഗങ്ങൾ ചെയ്യുന്നവനും വൃദ്ധജനങ്ങളെ സേവിക്കുന്നവനും ആയിരിക്കും. രാജർഷീണാം ജനയിത ശാസ്താജോൽപദഗാമിനാം നിഗ്രഹീത കലേരേഷ ഭൂധർമ്മസ്യ കാരണാത്. ഇവൻ ശ്രേഷ്ഠന്മാരായ രാജർഷികൾക്ക് ജന്മം നൽകും. ധർമ്മമാർഗം തെറ്റി നടക്കുന്നവരെ ഇവൻ ശാസിക്കും. ഭൂമിയിൽ ധർമ്മം നിലനിൽക്കാൻ വേണ്ടി കലിയുടെ നിഗ്രഹകർത്താവായി വരും. തക്ഷകാതാത്മനോ മൃത്യും നിജപുത്രോപസർജിതാത് പ്രപത്സ്യതോപശ്രുത്യ മുക്തസംഗാപദം ഹരേഹേ. ധർമാത്മാവായിരിക്കുന്ന ഇവൻ ബ്രാഹ്മണപുത്രനാൽ പ്രേരിപ്പിക്കപ്പെട്ട തക്ഷകനിൽ നിന്ന് ആത്മാവിൻ്റെ മരണമുണ്ടാകുമെന്ന് കേട്ടിട്ട് സകല വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ വേർപ്പെടുത്തിയിട്ട് ശ്രീഹരിയുടെ പാദകമലങ്ങളെ പ്രാപിക്കും. ജിജ്ഞാസിതാത്മയാതാത്മ്യോ മുനേ വ്യാസസുതാദസു യത്തേദം നൃപഗംഗായാം ഹാസ്യത്യദ്ധാകുതോഭയം. വ്യാസപുത്രനായ സുഖമുനിയിൽ നിന്ന് ജിജ്ഞാസയാൽ പ്രേരിതനായി ജീവാത്മാ പരമാത്മാ തത്വം ഗ്രഹിച്ചിട്ട് ഗംഗാനദിയിൽ ഈ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് ബഹിരഹിത സ്ഥാനമായ ശ്രീകൃഷ്ണപദത്തെ പ്രാപിക്കും. ഇതി രാജ്ഞ ഉപാദിശ്യ വിപ്രാജാതകഗോവിദ ലബ്ധാവജിതയ സർവേ പ്രതിജഗ്മോ സ്വകാൻ ഗൃഹാൻ. ജാതകശാസ്ത്രത്തിൽ സമർത്ഥരായ ബ്രാഹ്മണർ രാജാവിനോട് ഇപ്രകാരം ഉപദേശിച്ചിട്ട് രാജാവിനാൽ പൂജിതരായി സ്വന്തം ഭവനങ്ങളിലേക്ക് പോയി. തയേഷ ലോകേ വിഖ്യാത പരീക്ഷേദിയത് പ്രഭു ഗർഭേ ദൃഷ്ടമനുദ്യായൻ പരീക്ഷേത നരേഷിഹ. അതിസമർത്ഥനായി ബാലൻ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് കണ്ടതായ ആ ദിവ്യ സ്വരൂപത്തെ ഓർമ്മിച്ചു വെച്ചുകൊണ്ട് ഈ ലോകത്തിൽ കാണുന്ന സകല മനുഷ്യരിലും ആ രൂപം അവരിലുണ്ടോ എന്ന് പരീക്ഷിച്ചതുകൊണ്ട് പരീക്ഷിത്ത് എന്ന പേരിൽ പ്രസിദ്ധനായി. സ രാജപുത്രോപവൃതേ അശുശുക്ലായോടുപ ആപൂര്യമാണ പൃഥ്വി കാഷ്ടാഭീരിവസോന്വഹം. ശുക്ലപക്ഷത്തിൽ നിത്യേന അഭിവൃദ്ധി പ്രാപിക്കുന്ന ചന്ദ്രനെ പോലെ ഈ രാജകുമാരൻ പിതാക്കന്മാർ ചെയ്യുന്ന പരിപാലനം കൊണ്ടും എല്ലാ വിദ്യകളാലും നിറയപ്പെട്ട് വേണ്ട വിധത്തിൽ വേഗം വളർന്നു. ലക്ഷ്യമാണോശമേധേനാജ്ഞാതിദ്രോഹജിഹാസയ രാജാലബ്ധനോദദ്യ അന്യത്ര കരദണ്ഡയോഹോ. യുദ്ധത്തിൽ ബന്ധുക്കൾ യാദവന്മാർ ഇവരെയൊക്കെ വധിച്ച പാപം തീർക്കാൻ ആഗ്രഹിച്ച യുധിഷ്ഠിരൻ അശ്വമേധയാഗം നടത്താൻ ആലോചിച്ചു. അതിനാവശ്യമുള്ള ധനം രാജഭോഗമായിട്ട് ലഭിക്കുന്ന ധനമോ സാമന്തന്മാർക്കപ്പം നൽകുന്ന ധനമോ ദണ്ഡ്യന്മാരെ ശിക്ഷിക്കുമ്പോൾ പിഴയായി കിട്ടുന്നതോ ആയ ധനമോ കൂടാതെ കഴിക്കണം എന്ന് തീരുമാനിച്ചു. അതിനുള്ള വഴി എന്താണെന്ന് ആലോചിച്ചു. ഇപ്രകാരം ഭണ്ഡാരത്തിൽ വരുന്ന ധനം പ്രജാക്ഷേമത്തിന് വിനിയോഗിക്കാനുള്ളതാണ്. അത് സ്വന്തം പാപം തീർക്കാൻ ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് ധർമ്മനിഷ്ഠ. തദഭിപ്രേതമാലക്ഷ്യാവ്രാതരോച്യുതചോദിത ധനം പ്രഹീണമാജഹ്രോ ഉദീച്ചാം ദിശിപൂരിശ. ധർമ്മപുത്രരുടെ അഭിപ്രായം മനസ്സിലാക്കിയ സഹോദരന്മാർ ശ്രീകൃഷ്ണ ഭഗവാന്റെ അഭിപ്രായം ആരാഞ്ഞു. ഭഗവാൻ നിർദ്ദേശിച്ചതനുസരിച്ച് വടക്കേ ദിക്കിൽ പണ്ട് മരുത്തൻ എന്ന മഹാരാജാവ് യാഗം നടത്തിയിട്ട് ഉപേക്ഷിച്ചു പോയിരുന്ന ധനവും ധാരാളം സ്വർണപാത്രങ്ങളും ശേഖരിച്ചു കൊണ്ടുവന്നു. തേന സംഭൃത സംഭാരോ ധർമ്മപുത്രോ യുധിഷ്ഠിര വാജ്യമേധേ ശ്രീഭിർഭീതോ യജ്ഞേ സമയജദ്ധരിം. ആ ധനം കൊണ്ട് യാഗത്തിന് വേണ്ടുന്ന സകല സംഭാരങ്ങളും ശേഖരിച്ചു. ബന്ധുദ്രോഹ നിമിത്തമുള്ള പാപത്തെ ഭയന്ന ധർമ്മപുത്രനായ യുധിഷ്ഠിരൻ പാപപരിഹാരാർത്ഥം 3 അശ്വമേധങ്ങളെ കൊണ്ട് ശ്രീഹരിയെ പൂജിച്ചു. അഹൂതോ ഭഗവാൻ രാജ്ഞായ ജയിത്വാദിജേന്ദ്രപം ഉവാസകതിയന്മാസാൻ സുഹൃതാം പ്രിയകാമ്യ. യാഗം നിർവിഘ്നം നടക്കുവാനായി ധർമ്മപുത്രർ ഭഗവാൻ ശ്രീകൃഷ്ണനെ ക്ഷണിച്ചു വരുത്തി. കൃഷ്ണൻ വേദജ്ഞരായ ബ്രാഹ്മണരെ കൊണ്ട് യാഗം നന്നായി നടത്തിച്ചു കൊടുത്തു. എന്നിട്ട് സുഹൃത്തുക്കളുടെ സ്നേഹത്തിന് വഴങ്ങി അവരുടെ സന്തോഷത്തിനായി ആ രാജധാനിയിൽ കുറേ മാസങ്ങൾ താമസിച്ചു. തതോ രാജ്ഞാബനുജ്ഞാത കൃഷ്ണായ സഹബന്ധുഭിഃ യയോദ്വാരവതിം ബ്രഹ്മൻ സാർജുനോ യദുർബിർവൃത. ഹേ ശൗനകമുനെ, യുധിഷ്ഠിര മഹാരാജാവ്, പാഞ്ചാലി, ബന്ധുജനങ്ങൾ ഇവരോട് സമ്മതം വാങ്ങി യാദവരാൽ പരിസേവിതനായി അർജുനനോടൊപ്പം ദ്വാരകയിലേക്ക് യാത്രയായി. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ പരീക്ഷജന്മാദുൽകർഷോ നാമ 12-ഓധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.